ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ മത്സരാർത്ഥികളെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഓരോ മത്സരാർത്ഥിക്കും ഒട്ടും വിട്ടുകൊടുക്കാത്ത ഗെയിമിനുമായി മുന്നോട്ട് പോവുകയാണ്. പലർക്കും പല ഗെയിം പ്ലാനുകൾ. പൊതുവായി ഇവർക്കെല്ലാമുള്ള ഒരേയൊരു സാമ്യത വാഴ എന്ന ലേബൽ വീഴ്ത്തുന്നത് നിർബന്ധമാണ്. തങ്ങളുടേതായ രീതിയിൽ സ്ക്രീൻ സ്പേസ് ലഭിക്കാൻ ഏവരും ശ്രമിക്കുന്നു. പങ്കാളികളായ ആദില നസറിനും ഫാത്തിമ നൂറ എന്നിവർ ഒരുമിച്ചാണ് ബിഗ് ബോസ് എത്തിയത്. ഒരു മത്സരാർത്ഥിയാണ് രണ്ടുപേരും പരിഗണിക്കപ്പെടുന്നതും. പൊതുവെ മിതഭാഷികളാണ് രണ്ടുപേരും. വലിയ വഴക്കിലൊന്നും ആദിലയും നൂറയും ഇതുവരെ കണ്ടിട്ടുമില്ല. ആദിലയ്ക്ക് ഗെയിമുകളിൽ ഉത്സാഹക്കുറവുണ്ടെന്ന് നൂറ അഭിപ്രായമുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് ആദിലയോട് സംസാരിക്കുകയുമുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് പ്രേക്ഷകരുടെ ശ്രദ്ധ മൊത്തം നൂറിലേക്കാണ്. നൂറയുടെ ഭംഗി ഏവരെയും ചൂണ്ടിക്കാണിക്കുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്നുള്ള നൂറയുടെ ദൃശ്യങ്ങളും സ്ക്രീൻഷോട്ടുകളും സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. കേരളത്തിലെ പ്രമുഖ സ്റ്റൈലിസ്റ്റും ഇൻഫ്ലുവൻസർമാരെല്ലാം പിന്നിലാക്കുന്ന സൗന്ദര്യമാണ് നൂറയ്ക്കെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുണ്ട്. നിലവിൽ ബിഗ് ബോസ് മത്സരാർത്ഥികൾ കൊണ്ട് വന്ന വസ്ത്രങ്ങളും മേക്കപ്പ് സെറ്റുകളെല്ലാം എടുത്തു വച്ചിരിക്കുകയാണ്. ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഇത്. സ്റ്റൈലിഷ് ഡ്രസ്സുകളൊന്നും ധരിച്ച് ഷോയിൽ തിളങ്ങാൻ പറ്റാത്തതിൽ മത്സരാർത്ഥികൾ പലർക്കും നിരാശയുമുണ്ട്. എന്നാൽ സ്റ്റൈലിഷ് ഡ്രസ്സുകളോ വലിയ മേക്കപ്പോ ഇല്ലാഞ്ഞിട്ട് പോലും നൂറയുടെ കണ്ണിഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം ബിഗ് ബോസ് വീട്ടിൽ തിളങ്ങുന്നതാണ്. നൂറ ഈ ബിഗ് ബോസ് സീസണിലെ പ്രേക്ഷകരെ ക്രഷായി മാറിയിരിക്കുന്നു. നിലവിൽ സോഷ്യൽ മീഡിയ ക്രഷായി ആഘോഷിക്കപ്പെടുന്ന പ്രധാനി ഹൻസിക കൃഷ്ണയാണ്. ഹൻസികയുടെ ഓരോ റീലും ലക്ഷക്കണക്കിന് വ്യൂസുമാണ്. എന്നാൽ നൂറ ബിഗ് ബോസിൽ വീട്ടിൽ തുറന്ന ഹൻസികയുടെ മാർക്കറ്റ് ഇടിഞ്ഞേക്കും. ഇവരും താരതമ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം ബിഗ് ബോസിൽ പതിഞ്ഞ മട്ടിലാണ് ആദില നൂറ ഗെയിം മുന്നോട്ടും പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇവർ കുറച്ചുകൂടി ആക്റ്റീവ് ആയില്ലെങ്കിൽ ഷോയിൽ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാകും. ലബസിയും പങ്കാളികളെ ആദിലയും നൂറയും കുടുംബത്തിലെ ശക്തമായ എതിർപ്പ് മറികടന്ന് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തു. പ്രശ്നകുലുഷിതമായ കാലം കടന്നുവന്ന ഇവർക്ക് ബിഗ് ബോസിലെ വെല്ലുവിളികളെ നേരിടാനാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് നിരന്തര സൈബർ ആക്രമണം ആദിലയ്ക്കും നൂറയ്ക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജന്മം നൽകിയ മാതാപിതാക്കളെ നിന്ദിച്ച് ജീവിക്കുന്നു എന്ന കുറ്റപ്പെടുത്തി ഇപ്പോഴും കമന്റും വരാറുണ്ട്. എന്നാൽ വീട്ടുകാരിൽ നിന്ന് വലിയ ഉപദ്രവം തങ്ങൾക്കുണ്ടാകുന്നുവെന്ന് ആദിലയും നൂറയും പറയുന്നുണ്ട്. ഒരുമിച്ച് പഠിച്ചവരാണ് ആദിലയും നൂറയും. പ്ലസ് ടു പഠനകാലത്ത് ഇവർ പ്രണയത്തിലാകുന്നു. ഇക്കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ കടുത്ത എതിർപ്പ് വന്നു. നൂറയെ വീട്ടുകാർ ആദിലയിൽ നിന്ന് അകറ്റാൻ നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ഇവർ വീണ്ടും ഒരുമിക്കുകയായിരുന്നു.